പേജ് നമ്പർ 36 ഫണ്ട് റേസിങ്ങിലെ അത് ആദ്യത്തെ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. ഇനി അടുത്തത് ചക്കി കൈറ്റ് കളക്റ്റഡ് 785 റുപ്പീസ്. ചക്കിപ്പരുന്ത് 785 റുപ്പീസ് കളക്ട് ചെയ്തു. വാട്ട് ആർ ദ വേസ് ഇൻ വിച്ച് ഷീ കുഡ് ഹാവ് ഗോട്ട് ദിസ്? ഏതൊക്കെ രീതിയിലായിരിക്കും അവൾക്ക് ഈ കാശ് കിട്ടിയിരിക്കുക? സി ഹൗ സം ഓഫ് ഹെർ ഫ്രണ്ട്സ് തോട്ട് അബൌട്ട് ദിസ്. അവളുടെ കുറച്ച് ഫ്രണ്ട്സ് ഈ കാശ് കിട്ടിയതിനെക്കുറിച്ച് ചിന്തിച്ചത് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതിൽ ഫസ്റ്റ് നോക്കൂ, 700s ഡാഷ് 10s 5 1s. ഡിയർ വിചാരിച്ചിരിക്കുക കേട്ടോ. 700s അപ്പോൾ 700 ആയി, ഡാഷ് 10s 5 1s. 700സും 5 1സും കൂടി എത്രയായി? 705 ആയില്ലേ. ഇനി എത്രയും കൂടി ഉണ്ട്? 785ൽ 80 അല്ലേ. അപ്പോൾ 8 10s അല്ലേ 80. അപ്പോൾ ഡാഷ് 10s എന്നുള്ള സ്ഥലത്ത് എന്ത് എഴുതുക? 8 10s എന്ന് എഴുതുക. ഇനി നെക്സ്റ്റ് ഡാഷ് 1s എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്ര വൺസുകളാണ് കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടൈഗർ വിചാരിക്കുന്നത് 1s ആയിട്ട് കിട്ടിയെന്നാണ്. ഡാഷ് 1s അപ്പോൾ എത്ര വൺസ് വേണം? 785 ആവാൻ, 85 റുപ്പീസ് ആവാൻ 785 വൺസ് വേണം. റാബിറ്റ് ചിന്തിച്ചത് എന്താണ്? 700സും ഡാഷ് 1സും. അത് 700s ആയിട്ടും 100s 7 നോട്ടുകളും എത്രയോ വൺസും കിട്ടിയിരിക്കുന്നു എന്നാണ് ചിന്തിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ 700s എന്ന് പറഞ്ഞാൽ 700 ആയി. ഇനി 785ൽ ബാക്കി എത്ര ഉണ്ട്? 85 ഉണ്ടല്ലേ. ആ 85ഉം എന്തായിട്ട് കിട്ടിയിട്ടുണ്ട്? വൺസ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അവിടെ വരിക എന്താ? 85 വൺസ്. ഇനി അടുത്തത് നോക്കൂ, ഡോൾഫിൻ്റെ കാണിച്ചിരിക്കുന്നത് എന്താ? 78 ഡാഷും 5 ഡാഷും. അപ്പോൾ 785ൽ 78 എന്താ ഉണ്ടാവുക? 78 10s അല്ലേ. 78 10s എന്ന് പറഞ്ഞാൽ അല്ലേ 780 ആവുക. 78 10s എന്ന് പറഞ്ഞാൽ 780 ആയി. പിന്നെ ബാക്കി 5 എന്താണ്? 5 1s ആണ്. ക്ലിയർ ആയോ? ഇനി അടുത്തത് ബിയറിൻ്റെ തന്നിട്ടുണ്ട്. അതിൽ 700 പ്ലസ് ഡാഷ് പ്ലസ് 5 ആണ്. അപ്പോൾ 700ൻ്റെ കൂടെ 5 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 705 ആയി അല്ലേ. ബാക്കി എന്താ വരിക? ബാക്കി എത്ര ഉണ്ട്? 80 അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക? 700 പ്ലസ് 80 പ്ലസ് 5 785. ഇനി അടുത്തത് എന്താ? മങ്കി ചിന്തിച്ചിരിക്കും. നോക്കൂ, 70 10s 85 ഡാഷ്. 70 10s എന്ന് പറഞ്ഞാൽ 700 ആണല്ലേ. അപ്പോൾ 700 ആയി. ഇനി ബാക്കി എത്രയാണ്? 85 റുപ്പീസ് അല്ലേ. 85 എന്തായിട്ടാണ് കിട്ടിയിരിക്കുന്നുണ്ടാവുക? 85 വൺസ് ആയിരിക്കും. ഓക്കെ. അടുത്തത് 600s ഡാഷ് 10s 5 1s. 600s എന്ന് പറഞ്ഞാൽ 600 ആയി. 5 1s എന്ന് പറഞ്ഞാൽ 5. അപ്പോൾ 605 റുപ്പീസ് ആയി. ബാക്കി എത്ര വേണം? 785ലേക്ക് 180 വേണമല്ലേ. അപ്പോൾ എത്ര 10s വേണം 180 ആവാനായിട്ട്? 18 അല്ലേ. അപ്പോൾ 18 10s. അടുത്തത് എന്താണ്? 600 പ്ലസ് ഡാഷ് ആണ്. 600ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 785 ആവുക എന്നാണ്. 600ൻ്റെ കൂടെ എത്ര ആഡ് ചെയ്യണം? 785 ആവാനായിട്ട് ഒരു 100ഉം വേണം, പിന്നെ ഒരു 85ഉം വേണം. 185 അല്ലേ. 185 ആഡ് ചെയ്ത് കഴിഞ്ഞാലാണ് 785 കിട്ടുക. ഇനി റൈറ്റ് ഇൻ യുവർ നോട്ട് ബുക്ക് ദ ഡിഫറെൻറ്റ് വേസ് ഓഫ് സ്പ്ലിറ്റിംഗ് 909 റുപ്പീസ് കളക്റ്റഡ് ബൈ കുഞ്ഞൻ ഔൾ. അതായത് കുഞ്ഞൻ ഔൾ കളക്ട് ചെയ്ത 909 റുപ്പീസ് ഡിഫറെൻറ്റ് വേസിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. നമുക്കതെങ്ങനെയൊക്കെ എഴുതാം? 909 ഫസ്റ്റ് നമുക്ക് വൺസ് ആയിട്ട് എഴുതിക്കോടെ. 909 വൺസ് അല്ലേ. പിന്നെ നമുക്കങ്ങനെ എഴുതാം 9 100സും 9 1സും അല്ലേ 909. പിന്നെ 90 10s 9 1s. 90 10s എന്ന് പറഞ്ഞാൽ 900, 9 1s എന്ന് പറഞ്ഞാൽ 9. അപ്പോൾ 909 അങ്ങനെ എഴുതാം. ദെൻ 900 പ്ലസ് 9 എഴുതിക്കോട്ടെ, 909 എന്ന് എഴുതാം. ദെൻ 800s 109 1s അങ്ങനെ എഴുതിക്കോട്ടെ. 800s പറഞ്ഞാൽ 800. ദെൻ 109 1s എന്ന് പറഞ്ഞാൽ 109. അങ്ങനെ നമുക്ക് 909 എഴുതാം. അങ്ങനെ നമുക്ക് ഡിഫറെൻറ്റ് വേസിൽ എഴുതാൻ അറിഞ്ഞിരിക്കണം. ഇതെന്തായാലും ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ എക്സാമിന്. അടുത്തത് 60 10s ഡാഷ് 1s. അവിടെ നിങ്ങൾ എന്ത് എഴുതും? നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കണേ. 60 10s ഡാഷ് 1s.
eating contest, Mallan elephant is making bundles of sugarcane for the eating contest. Mallan ആന ഈ തീറ്റ മത്സരത്തിന് വേണ്ടിയിട്ട് കരിമ്പിൻ്റെ കൂട്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. ഹി ഹാസ് മെയ്ഡ് 20 ബണ്ടിൽസ് ഓഫ് 100 each. അവൻ 100 എണ്ണമുള്ള 20 ബണ്ടിൽസാണ് ഉണ്ടാക്കിയത്. ഹൗ മെനി ഷുഗർ കെയിൻസ് ഇൻ ഓൾ? മൊത്തം അപ്പോൾ എത്ര കരിമ്പുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് ബണ്ടിൽസ് എത്രയാണ്? 20. ദ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് ഇൻ ഈച്ച് ബണ്ടിൽ, ഓരോ ബണ്ടിലും എത്ര ഷുഗർ കെയിനാണ്? 100. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എങ്ങനെയാണ് കാണുക? 20 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച് എത്രയാണ് വരിക? 2000 ആണ് വരിക. നമുക്കറിയാമല്ലേ 9 hundreds എത്രയാണ്? 900 ആണെന്നറിയാലോ. അപ്പോൾ 10 hundreds എത്രയാണ്? 1000 ആണ്. ദെൻ 11 hundreds എത്രയാണ് വരിക? 1100. 12 hundreds 1200. 13 hundreds 1300. 14 hundreds 1400. 15 hundreds 1500. 16 hundreds 1600 അല്ലേ? 17 hundreds 1700. 18 hundreds 1800. 19 hundreds 1900. 20 hundreds അപ്പോൾ എത്രയാണ് വരിക? 2000. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്രയാണ്? 2000. ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് എന്താ ചോദിച്ചിരിക്കുന്നത്? ജിംബൻ ജിറാഫ്, ബാലു ബിയർ ആൻഡ് ഡിങ്കു ഡോങ്കി അഗ്രീഡ് ടു ക്യാരി ദ ഷുഗർ കെയിൻ. ഈ ഷുഗർ കെയിനൊക്കെ എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ സമ്മതിച്ചു. ഹൗ മെനി ബണ്ടിൽസ് ഡിഡ് ഈച്ച് ക്യാരി? ഓരോരുത്തരും അപ്പോൾ എത്ര ബണ്ടിൽസ് ക്യാരി ചെയ്തു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് ബണ്ടിൽസ് ഡോങ്കിന് നമുക്ക് തന്നിട്ടില്ല, ജിറാഫിൻ്റെയും ബിയറിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് ബണ്ടിൽസ് ജിറാഫ് കൊടുക്കുന്നത് എത്രയെന്നാണ് പറഞ്ഞാൽ? 6 ബണ്ടിൽസ് അല്ലേ? എത്ര വെച്ചിട്ട്? 6 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച്. അപ്പോൾ എത്രയാ? 600 അല്ലേ? ഓരോ ബണ്ടിലും 100 വെച്ചിട്ട് അപ്പോൾ എത്രയാ? 600s അല്ലേ വരിക? 600. ദെൻ അടുത്തത് ബിയർ എത്ര കൊണ്ടുവന്ന് നോക്കൂ? 10 ബണ്ടിൽസ് ആണല്ലേ. അപ്പോൾ എത്രയാ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ്? 10 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച്. എത്രയാ വരിക? 10 hundreds എത്രയാ? 1000. ഇനി ഡോങ്കി കൊണ്ടുവന്ന് നമുക്ക് തന്നിട്ടില്ല, എത്ര ബണ്ടിൽസാണ് തന്നിട്ടില്ല, നമ്പർ ഓഫ് ഷുഗർ കെയിൻസും തന്നിട്ടില്ല. ടോട്ടൽ നമ്പർ ഓഫ് ബണ്ടിൽസ് എത്രയെന്ന് നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു. എത്ര ബണ്ടിൽസാണ് ഉണ്ടാക്കിയേ? 20 ബണ്ടിൽസ് ആണല്ലേ. അപ്പോൾ ജിറാഫ് കൊണ്ടുവന്ന ബണ്ടിൽ എത്രയായിരുന്നു? 6 ആയിരുന്നു. ബിയർ കൊണ്ടുവന്ന ബണ്ടിൽ എത്രയായിരുന്നു? 10 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ബണ്ടിൽസ് അവർ കൊണ്ടുവന്നത് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എങ്ങനെയാണ്? 10 + 6 എത്രയാണ് വരിക? 16 ബണ്ടിൽസ് അവർ കൊണ്ടുവന്നു. ബാക്കി എത്ര ബണ്ടിലുണ്ട് 20-ൽ? 4 ബണ്ടിൽസ് അല്ലേ. അപ്പോൾ 4 ആണ് ഡോങ്കി കൊണ്ടുവന്നുണ്ടാവുക. 4 ബണ്ടിൽസ് ഓഫ് 100 ഈച്ച് അല്ലേ. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്രയാണ്? 400. ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് നോക്കിയിട്ടും ചെയ്യാം കേട്ടോ. നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് ജിറാഫ് കൊണ്ടുവന്നത് 600 ആണ്, ബിയർ കൊണ്ടുവന്നത് 1000 ആണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് അവർ കൊണ്ടുവന്നത് 1600 ആണ് അല്ലേ. ടോട്ടൽ നമ്പർ ഓഫ് ഷുഗർ കെയിൻസ് എത്രയായിരുന്നു? 2000 ആണ്. 2000 നിന്ന് 1600 പോയാൽ എത്രയാ? 400 അല്ലേ. അങ്ങനെയും ചെയ്യാം കേട്ടോ, രണ്ടും ഒന്ന് തന്നെയാണ്. 2000 മാംഗോസ് വാസ് സ്റ്റോർഡ് ഫോർ ദ കോണ്ടസ്റ്റ്. എന്നാൽ 2000 മാങ്ങകൾ ഈ മത്സരത്തിന് വേണ്ടിയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദേ ആർ കെപ്റ്റ് ഇൻ 4 sacks ഈച്ച് കണ്ടെയ്നിങ് ദ സെയിം നമ്പർ ഓഫ് മാംഗോസ്. ഈ 2000 മാങ്ങകളും 4 ചാക്കുകളിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഓരോന്നിലും എങ്ങനെയാണ്? നമ്പർ ഓഫ് മാംഗോസ് ഒരേപോലെയാണ്, ഈക്വലാണ്. ഹൗ മെനി ഈച്ച്? ഓരോന്നിലും അപ്പോൾ എത്ര എണ്ണം വീതം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് മാംഗോസ് എത്രയാണ്? 2000 അല്ലേ. ഈ 2000-നെ 4 ആക്കിയിട്ട് ഈക്വലായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം? 2000-നെ 2 ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക? 1000 അല്ലേ. പിന്നെ നമുക്ക് 1000-നെ 2 ആക്കി എങ്ങനെ വരിക? 500 അല്ലേ. അപ്പോൾ എത്രയാണ് വരിക? 500 + 500 + 500 + 500. അങ്ങനെയല്ലേ 2000-നെ 4 ആക്കുക. അപ്പോൾ ഓരോ സാക്കിലും ഓരോ ചാക്കിലും എത്ര മാംഗോസാണ്? 500 ഈച്ച്. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. എൻ്റെ ക്ലാസ്സസ് ഇഷ്ടമാവുന്നവർ ലൈക്ക് അടിക്കാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യും കൂടി ഒന്ന് വേണേ. ഓക്കെ, താങ്ക് യു.